ഫസ്റ്റ് ആണ് ലൈവില്. അതെ അതെ അതെ, ഫസ്റ്റ് ആയിട്ട് വന്നു, ആദ്യമായിട്ട് വരുക. ഞാൻ 6:30 ലൈവിലാ, ആരുടെയൊക്കെയോ ലൈവില് കണ്ടിട്ടുണ്ട് ചേട്ടൻ. ധന്യ ചേച്ചിയുടെ ലൈവില്, ധന്യ ചേച്ചിയുടെ ലൈവ്. മേഘമോളെ ലാസ്റ്റ് ഒരു ഷോർട്സ് അയച്ചു തന്നല്ലോ, അത് റോസമ്മയ്ക്കുള്ളതാണെന്ന് പറയുന്നുണ്ട്. റോസ് ചേച്ചി ഞാനുണ്ട് വിനോദേട്ടാന്ന് പറയുന്നുണ്ട്. വിനോദേട്ടൻ ക്യാപ്ഷനിൽ വീട്ടിലുള്ള റോസമ്മ, ക്യാപ്ഷൻ വീട്ടിലുള്ള റോസമ്മ. ഓട്ടോക്കാരൻ ചേട്ടൻ നാടിവിടെ, നാടെവിടെ? ഞാൻ കോട്ടയം ചേട്ടാ, ഞങ്ങൾ രണ്ടുപേരും കോട്ടയമാണ്. ആര്യ റോസ് എന്ന് പറഞ്ഞ സ്നേഹം തരുന്നുണ്ട്. സുന്ദരി ചേച്ചി വായിച്ചു. അല്ല, എനിക്ക് ഓട്ടോക്കാരൻ തന്നെ അറിയാമല്ലോ, നമ്മള് ഉണ്ടാണല്ലോ. കളിയാക്കിയതായിരിക്കും അല്ലെ? അപ്പുറം ആളുടെ പേരെന്താന്ന് ചോദിക്കുന്നു. അഖിൽ ചേട്ടൻ മെസ്സേജ് ഡിലീറ്റ് ആക്കി. ആര്യ ഓട്ടോ ചേട്ടാ വിളിച്ച് സ്നേഹം തരുന്നുണ്ട്. ഓട്ടോക്കാരന്റെ ഗിറ്റാർ ഞാൻ ഇമോജി അയക്കുന്ന പോലെ ഈ ഗിറ്റാർ ഒരു ഇതാന്ന് തോന്നണല്ലേ? ശരിയാ. സുന്ദരി ഒന്ന് ചിരിക്കാതെ ഞാൻ റെക്കോർഡ് ചെയ്യട്ടെ, നാളെ നിനക്ക് വേണ്ടി ഒരു ഷോർട്സ് ഇടാം. പൊക്കോണം എഴുന്നേറ്റ് പോ. വിവേക് ബ്രോ എന്തോ ഡിലീറ്റ് ചെയ്തത് ആണ്ട്. സുന്ദരി ചേച്ചി കണ്ടോ? ക്യാമറ ഓഫ് ചെയ്ത് വിനോദേട്ടൻ കാരണം കണ്ടോ? അഖിൽ ചേട്ടൻ ബൈ പറയുന്നുണ്ട്. പോവാണ് അഖിൽ ചേട്ടാ. വിവേക് ബ്രോ കിളവന്മാരും രണ്ട് ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട്. അതാരാ? എടാ, നിന്നെയും കൂടെ എടാ വിളിക്കുന്ന കിളവിമാർ രണ്ടും, നമ്മളെ രണ്ടിനെയാ പറഞ്ഞത്. എടാ, എന്നെ വിളിച്ചത് പോട്ടെ, ഈ കൊച്ചിന് നീ എന്നത്തിന് എങ്ങനെ വിളിക്കുന്നു? വിവേക് കിളവാ ഇവിടെ കമ്മു. ഞാൻ എപ്പോഴേ എടുത്ത് കപ്പസുന്ദരി പൊക്കോണം കേട്ടോ. വിനോദേട്ടാ പ്ലീസ് എന്നെ വെറുതെ വിട്ടേരെന്ന് പറയുന്നുണ്ട് റോസ് ചേച്ചി. വിനോദേട്ട ആര്യമുത്തെ എന്റെ TVM പാൽപ്പായസം എന്ന് പറഞ്ഞിട്ട് ഉമ്മ വന്നിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആര്യ പ്രാവേന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. വിനോദേട്ടൻ ഞാൻ എപ്പോഴേ എടുത്ത് കപ്പസുന്ദരി എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. റോസ് ചേച്ചി 28 റോസ് ചേച്ചി ആര്യ എന്ന് പറഞ്ഞിട്ട് സ്നേഹം തരുന്നുണ്ട്. ഓട്ടോ ചേട്ടൻ ഓക്കെ, പോയി വരാം, അല്പം തിരക്കാണ്, ഓൾ ബൈ. ചേച്ചി ക്യാമറ ഓണാക്ക്. ക്യാമറ ഓൺ ആക്കിയിട്ട് എനിക്കിട്ട് പണി തരാൻ വേണ്ടിയല്ലേ? ഇല്ല, വിനോദേട്ട ഒന്നും ചെയ്യത്തൊന്നുമില്ല. വിനോദേട്ട ഒന്നും ചെയ്തില്ല. വിനോദേട്ട ചുമ്മാ പറയുന്നത്. ശ്രീകുട്ടിക്കിളവി അങ്ങനെ പിക്കാസും കത്തിയൊക്കെ എടുത്തോണ്ട് വിവേക്. റോസമ്മ നോ, എനിക്ക് റോസമ്മയെ ഫേമസ് ആക്കണം എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട്. വിനോദേട്ടൻ ആര്യമുത്തെ നിനക്ക് നല്ല ചൂടായിട്ട് ഒരു ഷോർട്സ് എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ചിരിക്കുന്നുണ്ട്. പാവ ആര്യ പൊക്കോട്ടെ. ആര്യ എവിടെ? സിത്തു ചേച്ചി എവിടെയെങ്കിലും കാണുന്നുണ്ടോ ആര്യ? ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാരും ഒരേ തിരക്കായിരിക്കും. റോസ് എനിക്ക് ഇത്രയും ഫേമസ് ആയാൽ മതി പറഞ്ഞ് മേലോട്ട് നോക്കിയിട്ട് ദേഷ്യം കാണിക്കുന്നുണ്ട്. സുന്ദരി ചേച്ചി കാണാൻ കപ്പയുടെ കമ്പ് പോലെ ഉണ്ട്. നിന്നെ ഞാൻ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും കേട്ടോ. വേണ്ട പ്രാവേ, അത് പ്രാവിന്റെ കയ്യിൽ വെച്ചിരുന്നാൽ മതി പറയുന്നുണ്ട്. ആര്യ ചിരിക്കുന്നു. പിന്നെ വേറെന്നാണ്ടാടെ വിശേഷം മോളെ? വിശേഷമൊന്നുമില്ല സുന്ദരി ചേച്ചി. സിത്തൂസിനെ കാണാനില്ല. ഷോർട്സ് ഇടുന്നുണ്ട്, പക്ഷെ അല്ലാതെ എവിടെയും കാണുന്നില്ല. അല്ല, എന്റെ ലൈവിൽ വന്നിരിക്കേണ്ട സിത്തു ചേച്ചി കാണുന്നേ ഇല്ല. അല്ല, ഇവിടെ എപ്പോഴും കാണുന്നതാ. വിനോദേട്ടൻ അതിന് നിന്റെ പിക്ക് എന്റെ കയ്യിലുണ്ട്. ഇന്ന് റോസമ്മയ്ക്ക്, നാളെ പ്രിൻസി, നാളെ കഴിഞ്ഞ് കപ്പസുന്ദരി, പിന്നെ ആര്യ, ആതിര, എല്ലാവർക്കും ഓരോന്ന്. വിനോദേട്ടൻ എന്താ വിനോദേട്ടൻ? നിങ്ങളെക്കൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലടോ. ഒരു പ്രാവശ്യം ഞാൻ അടുക്കളയിൽ നിന്ന് ലൈവ് ഇട്ട്, ഞാൻ അടുക്കളയിൽ നിന്ന കോലത്തില് ആഷികേട്ടൻ വന്നതിന്റെ ഡ്രസ്സസ് എടുത്തോണ്ട് പോയിട്ട് ഒന്നാനായിട്ട് ലൈവിലും കാണിച്ച്. അയ്യോ, ഞാൻ എങ്ങനെ സഹിച്ചിരുന്നത്. നല്ല കോലത്തിലാണ് ഞാൻ അടുക്കളയിൽ നിന്നത്. ഞാൻ ഓർക്കുന്നുണ്ട് പൊന്നിച്ചേച്ചിയുടെ ലൈവിൽ ഏതാണ്ട്. ആശി ചേച്ചി വന്നപ്പോ ഞാൻ ചുമ്മാ ക്യാമറ ഓണാക്കി വെച്ച്. അത് കാരണം എനിക്ക് പേടി, നിങ്ങൾ എവിടെ നിന്ന് എടുക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല.